സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. രാപ്പകൽ സമരയാത്ര ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. മേഘ്ന മുരളി വിവരങ്ങളുമായി. മേഘന, 40 ദിവസം പിന്നിടുകയാണ് നിരാഹാര സമരം. ഇന്ന് അവസാനിപ്പിക്കുമെന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, ഇന്ന് ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം 43-ാം ദിവസമാണ്. രാപ്പകൽ സമരം 81-ാം ദിവസമാണ്. ഇത്രയും ദീർഘനാൾ നീണ്ട ഒരു നിരാഹാര സമരമാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സ് അവസാനിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായും ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മെയ് 5 മുതൽ ഒരു രാപ്പകൽ സമരയാത്ര, സഞ്ചരിക്കുന്ന സമരപ്പന്തലായി ഒരു രാപ്പകൽ സമരയാത്ര ആരംഭിക്കുന്നു. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ആരംഭിക്കുന്നത്, സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആശാ വർക്കേഴ്സ് ഇത്തരത്തിൽ ഈ നിരാഹാര സമരം കഴിഞ്ഞ 43 ദിവസമായി നടത്തുന്ന ഒരു സഹന സമരം, അത് റിലേ നിരാഹാര സമരമായിരുന്നു. അവർ പലതരത്തിൽ പല വിഭാഗങ്ങളിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ആശാ വർക്കർമാർ നിരാഹാര സമരം നടത്തുന്നു. അവർ മാറി മാറി നിരാഹാര സമരം നടത്തുന്നു. അതാണ് ഇന്ന് അവസാനിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും സമരക്കാർ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഇവിടെ ഒരു രാപ്പകൽ സമരം തുടരും. അതായത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ നമ്മൾ ഈ കാണുന്ന സമരപ്പന്തൽ തുടരും, അവിടെ സമരക്കാരുണ്ടാകും. അതിൽ ഈ നിരാഹാര സമരം മാത്രമാണ് അവസാനിപ്പിക്കുന്നത്. മറിച്ച് അവർ കാസർഗോഡ് മുതൽ മെയ് 5 മുതൽ ജൂൺ 17 വരെ ഒരു രാപ്പകൽ സമരയാത്ര, അത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും 2 കേന്ദ്രങ്ങൾ ഉണ്ടാകും. എല്ലാ ജില്ലകളിലും 2 കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സമരപ്പന്തൽ ഒരുക്കിക്കൊണ്ടുള്ള ഒരു സമരയാത്രയാണ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിരാഹാര സമരം ഈ 43-ാം ദിവസം അവസാനിപ്പിക്കുന്നത്. ഈ 43 ദിവസങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്, അതായത് പലരും ഇത്തരത്തിൽ തളർന്നു വീഴുന്ന ഈ ചൂടിലുമൊക്കെ ഈ നിരാഹാരം ഇരുന്ന് തളർന്നു വീഴുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പലരെയും ആംബുലൻസിലടക്കം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ശേഷമാണ് ഇവരുടെ ഒരു സഹന സമരം, അല്ലെങ്കിൽ ഇവരുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ഒരു ആത്മവിശ്വാസത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ടുണ്ടായിരുന്ന ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രാപ്പകൽ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫ്, ഔദ്യോഗിക തുടക്കവും ഇപ്പോൾ ഈ സമരപ്പന്തലിൽ വെച്ച് നടക്കും. അനുജ, ശരി. ആശാ വർക്കേഴ്സിന്റെ നിരാഹാര സമരം അത് 43-ാം ദിവസം എത്തുമ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു രാപ്പകൽ സമരയാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്ര ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനം. ആ യാത്രയുടെ ഫ്ളാഗ് ഓഫ് അല്പസമയത്തിനകം ഉണ്ടാകും.